ഹലോ ഗായ്സ്, അപ്പോൾ ഇതിങ്ങനെ പിജിയൻസ് ഇങ്ങനെ വന്നിരുന്നപ്പം ഞാൻ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളം നനയ്ക്കണ മുന്നേ ആയിരുന്നു. അപ്പം ഡെയിലി ട്വൈസ് ഇപ്പോൾ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ചെടികളൊക്കെ വേഗം വാടുകയാണ്. അങ്ങനെ അപ്പോൾ ഇന്ന് തായ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് ഞാൻ സ്റ്റിക്കി റൈസ് ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ ക്യാരറ്റ്സും റെഡ് ചില്ലിയും സ്പ്രിംഗ് ഒണിയൻ, ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ഞാൻ ക്യാപ്സിക്കം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ഞാൻ ചോപ്പ് ചെയ്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് ഞാൻ ചതച്ചു മോട്ടർ പെസലിൽ. എന്നിട്ട് ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക്കും റെഡ് ചില്ലിയും പിന്നെ ലെമൺ ഗ്രാസും ഇട്ടിട്ട് സോട്ട് ചെയ്തു. വെജിറ്റബിൾ സ്റ്റോക്കും ഇട്ടു. പിന്നെ ബാക്കിയുള്ള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോളും കാര്യങ്ങളൊക്കെ ഇട്ട് സോട്ടേ ചെയ്ത് ഞാൻ റെഡ് കറിയുടെ പേസ്റ്റാണ് എടുത്തത്, 3 ടേബിൾ സ്പൂൺ. അത് ബ്ലൂ എലിഫൻറ്റ് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ഫിഷ് സോസ് ആക്ച്വലി 2 ടീസ്പൂൺ വേണം. ഞാൻ 1 ടീസ്പൂൺ ഇട്ടിരുന്നുള്ളൂ, അപ്പോൾ 2 ടീസ്പൂൺ ഇടുക. പിന്നെ ആവശ്യത്തിന് ഷുഗർ ഇട്ട് പിന്നെ കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് അത് ബോയിൽ ചെയ്യാൻ വെക്കുക. പിന്നെ ചിക്കനും ഞാൻ ഇട്ടിരുന്നു, ചിക്കനും ഇട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. അങ്ങനെ ഈസി തായ് റെഡ് കറി റെഡിയായി. നല്ല എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ട്രൈ അടിച്ച് നോക്കൂ. ആ റെഡ് കറി പേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻജോയ്.